അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊ വലാ തത്തബിഊസ് സുബൽ. സമാദരണീയരായ വേദിയിലുള്ള നേതാക്കന്മാരെ, ഉസ്താദന്മാരെ, സയ്യിദന്മാരെ, കർമ്മധീരരായ പണ്ഡിത മഹത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘടിപ്പിച്ച ആദർശ വിശദീകരണ സംഗമത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഇവിടെ നല്ല പ്രണാർഹമായ ഒട്ടേറെ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് അല്പസമയം പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. നമുക്ക് ഒരു 9:30 മണിയാകുമ്പോഴേക്ക് സംശയ നിവാരണം അടക്കം നിർത്തി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നല്ലൊരു ആശയമാണ് ജമിയത്തുൽ ഉലമ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. ഇങ്ങനെ ക്യാമ്പയിൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഇതുപോലെ മുൻകാലങ്ങളിലും ബിദ്അത്തുകാർ കടന്നു വന്നപ്പോൾ ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിന്ന് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ നോക്കൂ, നിങ്ങൾ എത്ര സ്ഥലങ്ങളിലാണ് ഈ ശരിയായ മാർഗത്തിൽ തന്നെ നിൽക്കണം, നേർവഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നത്. അത് പറയാൻ അനിവാര്യമായതുകൊണ്ടാണല്ലോ ഖുർആൻ അങ്ങനെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ നോക്കൂ, നിങ്ങൾ സൂറത്തുൽ അൻആമിൽ കാണാം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. എന്റെ ശരിയായ മാർഗം ഇതാണ്, നേരായ മാർഗം. ഫത്തബിഊഹു, ഇതിനെ ആയിരിക്കണം നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത്. എല്ലാം സ്വീകരിക്കാമെന്നല്ല. വലാ തത്തബിഉസ് സുബൽ, ഏതായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, എല്ലാ വഴിയും ആവാം എന്നല്ല ഖുർആൻ പറയുന്നത്. എല്ലാ വഴികളെയും നിങ്ങൾ പിൻപറ്റരുത്. എന്താ എല്ലാ വഴികളെയും പിൻപറ്റരുത് എന്ന് പറഞ്ഞ താല്പര്യം? ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഇവിടെ വ്യത്യസ്തമായ വഴികളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ ഐ അത്തുർക്കൽ മുഖ്തലിഫ, വ്യത്യസ്തമായ വഴികൾ, മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത്. ഏതാണ് ഈ വ്യത്യസ്തമായ വഴികൾ? മിനൽ യഹൂദിയത്തി വന്നസ്രാനിയത്തി, ജൂതന്മാരെ വഴി സ്വീകരിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളെ വഴി സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നു വസാഇരിൽ മിലലി വൽ ബിദ്അ, മറ്റു ബിദ്അത്തുകാരുടെ വഴികൾ, വിവിധ കക്ഷികളുടെ വഴികൾ, അത് സ്വീകരിച്ചു പോകരുത്. സ്വീകരിച്ചു പോയാൽ പ്രശ്നം എന്താ? ഈമാൻ പോലും നഷ്ടപ്പെട്ട് നരകത്തിൽ എത്തിച്ചേരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീഴടങ്ങളും ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ സിറാത്തുൽ മുസ്തഖീം, നേർവഴിയിലൂടെ ആയിരിക്കണം മുന്നോട്ട് പോകണ്ടേ. ഏതാണ് നേർവഴി? ആ സിറാത്തുൽ മുസ്തഖീം ഏതാ? ഫസ്സറ സ്വലഫു അസ്സിറാത്തുൽ മുസ്തഖീം ബിൽ ഖുർആനി വസ്സുന്നതി വൽ ജമാഅ. സിറാത്തുൽ മുസ്തഖീം ചിലരൊക്കെ പറയും അത് ഖുർആൻ മാത്രം സ്വീകരിക്കലാണ്. അല്ല, ഖുർആൻ സ്വീകരിക്കണം, ഹദീസ് സ്വീകരിക്കണം, പൂർവികര വഴി മുഴുവൻ സ്വീകരിക്കണം. ഇതൊക്കെ സ്വീകരിക്കുമ്പോഴാണ് സിറാത്തുൽ മുസ്തഖീം നേർവഴിയായി തീരുക. അത് സ്വീകരിക്കാതിരുന്നാൽ പിഴച്ച വഴിയാവും. പിഴച്ച വഴിയിൽ പോയാൽ നരകത്തിലേക്ക് എത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇട്ട് മുന്നോട്ട് പോകുന്നത്. ഈ നേർവഴി ബോധ്യപ്പെടുത്തി കൊടുക്കൽ ആവശ്യമാണ്. വിദേഹത്തിൽ പറയുന്ന രീതി എന്താ? അവരിതിനൊക്കെ വിരുദ്ധമാണല്ലോ. ഇപ്പോ ഖുർആൻ സ്വീകരിക്കുക, ഹദീസ് സ്വീകരിക്കുക എന്ന വിഷയത്തിൽ നോക്കൂ നിങ്ങൾ. ഇത് അവരുടെ ഒരു പുസ്തകമാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ ഹദീസിനെ കുറിച്ച് പറയുന്നത്? ശാസ്ത്രത്തിനെതിരായിട്ട് ഹദീസ് വന്നാൽ ഹദീസ് തള്ളണം. മഅദല്ലാഹ്. എന്താണ് ഈ പറയുന്നത്? ശാസ്ത്രത്തിനെതിരായിക്കൊണ്ട് ഹദീസ് വന്നാൽ, ശാസ്ത്രം നമുക്കറിയില്ല, ഇന്നലെ പറഞ്ഞ ശാസ്ത്രാവില്ല ഇന്ന്. അത് മാറാം, അത് പിന്നെയും മാറാം, അതിന് വീണ്ടും മാറ്റം വരാം. എന്നാൽ ഈ പുസ്തകത്തിന്റെ 18ാമത്തെ പേജിൽ പറയുന്നു, നോക്കൂ നിങ്ങൾ, അവിടെ നമ്മൾ അംഗീകരിക്കേണ്ടത് ശാസ്ത്രത്തെയായിരിക്കണം, ഹദീസിനെയല്ല. എത്രത്തോളം പറയുന്നു അറിയോ? സ്വഹീഹായ ഹദീസാണെങ്കിൽ പോലും, സ്വഹീഹായ ഹദീസാണെങ്കിൽ പോലും അറിയപ്പെട്ട സ്ഥിരപ്പെട്ട ശാസ്ത്രത്തിന് വിരുദ്ധമാണെങ്കിൽ ആ ഹദീസുകൾ തള്ളിക്കളയണം.
ഇതിനെ തല്ലുന്നത് സിറാത്തുൽ മുസ്തഖീമിനെ, നേരായ വഴിയെ തള്ളിക്കളയുന്നു. ഈ ഒരു സാഹചര്യം കേരളത്തിൽ, ഇതൊക്കെ പുതിയ പുസ്തകങ്ങളെ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത് പറഞ്ഞതാ ഖുർആൻ കഴിഞ്ഞാൽ ഹദീസ് പറഞ്ഞു, പിന്നെ സഹാബത്തിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ പുസ്തകം നോക്കൂ നിങ്ങൾ, ഇതൊക്കെ പുതിയ പുസ്തകങ്ങളാണ്, പഴയ കാലമൊന്നുമല്ല. പഴയൊക്കെ നമ്മൾ MT അബ്ദുറഹ്മാൻ പോലെ വായക്കാട്ടുകാരൻ എഴുതിയ പുസ്തകം വായിക്കാറില്ലെങ്കിൽ ഇത് പുതിയതുകളാണ്. ഈ പുസ്തകത്തിന്റെ 12-ാമത്തെ പേജിൽ പറയുന്നു, നോക്കൂ നിങ്ങൾ, എന്താ പറയുന്നത്? സഹാബികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഏതെങ്കിലും സഹാബികളെ എന്ന് പറഞ്ഞിട്ട് കൃത്യമായി കൊണ്ട് പുസ്തകത്തെ രേഖപ്പെടുത്തുന്നു. ആ സഹാബികളുടെ വാക്കോ കേട്ടുള്ളൂ, ഏതെങ്കിലും സഹാബികളുടെ വാക്കും പ്രവൃത്തിയും മതത്തിൽ പ്രമാണമല്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം വരെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. സഹാബികളുടെ വാക്കും പ്രവൃത്തിയും മതത്തിൽ പ്രമാണമല്ല. എത്ര ഗുരുതരമായ പ്രയോഗമാണ് അതൊക്കെ. ഖുർആൻ പറയുന്നു, നിങ്ങൾ മുസ്തഖീമായ വഴിയെ സ്വീകരിക്കണം. മുസ്തഖീമായ വഴി ഏതാണെന്ന് മുഫസ്സിരീങ്ങൾ ഒന്നടങ്കം പറയുന്നു. അത് മുത്തുനബിയുടെയും സഹാബത്തിന്റെയും താബീങ്ങളുടെയും ഒക്കെ വഴിയാണ്. ഇവർ പറയുന്നു നമുക്കത് വേണ്ട. ഇതാണ് ഈ പ്രശ്നത്തിന്റെ കാതലായ വശം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ശിർക്കാരോപണങ്ങൾ. അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഹദീസ് നിഷേധങ്ങൾ. അതിൽ നിന്ന് ഉടലെടുത്തതാണ് നന്മകളെ തള്ളിപ്പറയൽ. അതിൽ നിന്ന് ഉടലെടുത്തതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കൽ, ഒരുപാട് നന്മകൾ ഇല്ലാതാക്കൽ. എന്തൊക്കെ ഇല്ലാതാക്കിയവർ. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്നിട്ട് എന്ത് നേട്ടമുണ്ടായി നിങ്ങൾ ആലോചിച്ചു? എന്ത് നേട്ടം ഉണ്ടായത്? ഇവരെ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി, മുസ്ലിമീങ്ങളെ കാഫറാക്കി, അല്ലേ? എത്ര മോശമായിട്ടാണ് പറഞ്ഞത്. അപ്പോ ഇവരോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ മുഷിരിക്കാക്കുന്നുണ്ടല്ലോ, സുന്നികളൊക്കെ മുഷിരിക്കാക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ അവരപ്പോ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, മുസ്ലിം ഐക്യവേദി എന്ന് പറയുന്ന വേദി ഉണ്ടാക്കിയിട്ട് അതിൽ പങ്കെടുക്കാറുണ്ടല്ലോ. അത് ഐക്യവേദി അല്ലല്ലോ, മുസ്ലിം ഐക്യവേദി, മുസ്ലിം മുഷിരിക്ക് ഐക്യവേദിയാണല്ലോ എന്ന് ചോദിച്ചപ്പോ AP അബ്ദുൽ ഖാദർ മുള്ള മറുപടി എന്താ അറിയോ? മുഷിരിക്ക് എന്നതിന് 2 അർത്ഥകൽപ്പനകളുണ്ട്. മുഷിരിക്കിന് 2 അർത്ഥമുണ്ട്. അങ്ങനെ അർത്ഥമുണ്ടോ? മുഷിരിക്കാരെന്താ? മുഷിരിക്കാരെന്താ? ബഹുദൈവ വിശ്വാസി. എന്നിട്ട് 2 അർത്ഥമുണ്ട്. ഒന്നെന്താ? ഒന്ന് ബഹുദൈവ വിശ്വാസിയാണെന്ന് സ്വയം അംഗീകരിക്കുന്നയാൾ. 2 ബഹുദൈവ ആരാധന നടത്തുന്ന ആൾ. ഈ രണ്ടാമത് പറഞ്ഞയാൾ താൻ ബഹുദൈവ വിശ്വാസിയാണെന്ന് സമ്മതിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളൊക്കെ ആരാണ്? ബഹുദൈവ വിശ്വാസികളാണ്, പക്ഷെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ പരിക്കാം. അപ്പോൾ നമ്മളോട് ഒരു സലാം പറയുന്ന അടിസ്ഥാനത്തിലാണ്. ഏതടിസ്ഥാനത്തില്? നമ്മൾ മുശ്രിക്കാണ്, പക്ഷെ നമ്മൾ മുശ്രിക്കാണ് സ്വയം അംഗീകരിക്കുന്നില്ല. അപ്പൊ ഒരാൾ സ്വയം അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരെ പൊക്കക്കാവാം, പക്ഷെ അവർ മുശ്രിക്ക് തന്നെയാണ്. അപ്പൊ ഒരു കള്ളുടിയൻ, ഞാൻ കള്ളുടിയാണെന്ന് അംഗീകരിക്കണില്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓരോരുത്തർ സ്വയം അംഗീകരിച്ചാലേ തെറ്റാവുള്ളൂ. എത്ര ഗൗരവമാണ് ഇതൊക്കെ. ഈ ഉമ്മത്തിനെ മൊത്തം കാഫറാക്കി. എന്നിട്ടോ കഴിഞ്ഞില്ല, ഉമ്മത്തിനെ കാഫറാക്കി എന്ന് മാത്രമല്ല കാഫറായ ആളുകളെ മുഅ്മിനുമാക്കി. എന്താ ഈ അടുത്ത കാലത്തൊക്കെ ഒരു പ്രസംഗിച്ചത്? അബൂജഹലിനെ കുറിച്ച് പറഞ്ഞത്, അബൂജഹൽ കേരളത്തിലെ സമസ്തക്കാരെക്കാളും നല്ല മുഅ്മിനാണ്. അപ്പൊ അബൂജഹൽ നല്ല മനുഷ്യൻ, മുഅ്മിനീങ്ങളോ കാഫിരീങ്ങളോ? വേറെ എന്ത് നേട്ടമാണ് അവർക്ക് ഉണ്ടായത്? വേറെ എന്ത് നേട്ടമുണ്ടായി? ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒട്ടേറെ സത്യങ്ങളെ നിഷേധിച്ചു എന്നല്ലാതെ എന്ത് നേട്ടം അവർക്കുണ്ടായി? എന്നാൽ നോക്കൂ നിങ്ങൾ, മുജാഹിദിൽ ഒരു വിഭാഗം എന്ന് കുറെ മാറ്റം വന്നപ്പോൾ അവർ പറഞ്ഞു ഈ പോക്ക് നമുക്ക് പറ്റൂല, ഈ പോക്ക് നമുക്ക് പറ്റൂല, സഹാബാക്കൾ തെളിവല്ലെന്ന് പറയാൻ പറ്റൂല, ഹദീസ് തള്ളാൻ പറ്റൂല. ഈ പുസ്തകത്തിൽ പറയുന്നു, ഹദീസിനെ തള്ളുക എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അവർക്ക് തോന്നുക സഹാബത്തിനെ തള്ളാൻ പറ്റില്ല, സഹാബത്തിനെ തള്ളാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ 40-ാമത്തെ പേജിൽ പറയുന്നു, നോക്ക് നിങ്ങൾ, സഹാബത്തിനെ മാത്രമല്ല, ഇവർ പറയുന്നു 14 നൂറ്റാണ്ട് പിന്നിട്ട ഒരു സമുദായത്തിനാണ് നാം ജീവിക്കുന്നത്. ഒരുപാട് പണ്ഡിതരും ദക്ഷിണാശാലികളും ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നാം ചില ഹദീസുകൾ മറച്ചു വെക്കാനോ
പ്രബോധന വിഷയമാക്കാതിരിക്കാനോ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ കാല സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു, അവരുടെ നിലപാട് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിരുന്നോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്താ പറഞ്ഞത്? നമ്മൾ 14 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴും ജീവിക്കുന്നത്. നമ്മളൊരു കാര്യം നിഷേധിക്കണമെങ്കിൽ ഈ 14 നൂറ്റാണ്ടിലെ ആലിമ്യങ്ങൾ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു നോക്കിയിട്ടേ നിലപാടെടുക്കാൻ പറ്റുള്ളൂ. ആരെ മാത്രം സ്വീകരിക്കണം എന്നല്ല പറയണത്, ഇപ്പോ സഹാബത്തിനല്ല പറയണത്, താബിയങ്ങളല്ല പറയണത്, പിന്നെ 14 നൂറ്റാണ്ട്. അതാ നമ്മൾ പറയുന്നത്, സമസ്തന്റെ 100-ാം വാർഷികത്തിന്റെ പ്രമേയം നമ്മളതേ പറഞ്ഞത്. നമ്മൾ പറയുന്നത് ഖുർആൻ സ്വന്തമായിട്ട് നോക്കിക്കൂടാ, ഹദീസ് സ്വന്തമായിട്ട് അർത്ഥം വെച്ചുകൂടാ. അതൊക്കെ എങ്ങനെ പൂർവികരെ മനസ്സിലാക്കി? ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ അവരെങ്ങനെയാണോ മനസ്സിലാക്കിയത്, ആ സബീലുൽ മുഅ്മിനീൻ അവിടെ നിൽക്കണം, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്. അപ്പൊ ഇവർ തുറന്നെഴുതുകയാണ്, പൂർവികരെങ്ങനെയാണോ മനസ്സിലാക്കിയത് അവിടെ നിൽക്കണം, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഹദീസുകളെ നിഷേധിക്കാൻ പാടില്ല, ഹദീസുകളെ തള്ളിപ്പറയാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, ഒരു ഹദീസും തള്ളിപ്പറയരുത്. ചില ഹദീസ് ഒരുപക്ഷെ നമുക്ക് സഹി അല്ലായിരിക്കാം, പക്ഷെ അത് സഹി ആയിരിക്കാം. ഒരു ഹദീസ് തള്ളിപ്പറയരുത്. നമ്മന് പ്രശ്നം കഴിഞ്ഞില്ലേ? അബ്ദുസ്സലാം സുല്ലമി തുറന്നെഴുതുന്നു, ഷബാബിൽ എഴുതുന്നു, തവസ്സുലിന്റെ ഹദീസ് സ്വഹിയാണ്. അംഗീകരിച്ച പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഇസ്തിഹാസയുടെ ഹദീസ് സ്വഹിയാണെന്ന് പല ഇമാമികളും അംഗീകരിച്ചിട്ടുണ്ട്. എവിടെയാ പറയുന്നത്? ഇവരുടെ ഷബാബിൽ പറയുന്നു. എങ്കിൽ പിന്നെ എന്താ അവിടെ പ്രശ്നമുള്ളത്? അന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോയ പ്രശ്നം കഴിഞ്ഞില്ലേ? പൂർവികർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ സഹിയാക്കിയിട്ടുണ്ടെങ്കിൽ, അവർ അംഗീകരിക്കണമെന്ന് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം. അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ നിൽക്കരുത്. അത് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതല്ലേ എന്നും പറയരുത്, അതും പറയരുത്. കാരണം നബിക്കുണ്ടാവുന്ന മുഅ്ജിസത്ത് സാലിഹീങ്ങൾ കറാമത്തായിട്ടുണ്ടാവാം. നബിക്കുണ്ടായ മുഅ്ജിസത്ത് സാലിഹീങ്ങൾ കറാമത്തായിട്ടുണ്ടാവാം. അതുകൊണ്ട് നബിക്കല്ലേ, സാധാരണ പേര് അങ്ങനെ പറയാം. നമ്മൾ എന്തെങ്കിലും തെളിവ് തിരിച്ച പറയും, അത് നബിയുമായി ബന്ധപ്പെട്ടതല്ലേ, അങ്ങനെ പറയരുത്. അൽഹംദുലില്ലാ, പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാൻ തയ്യാറായ വിഷയങ്ങൾ അവസാനിപ്പിക്കാം. മഹാന്മാര് കറാമത്തുണ്ട്. ഇതുവരെ എന്താ പറഞ്ഞത്? ഔലിയാക്കളുടെ സാധനം തന്നെ അല്ല എന്ന് പറയുന്നത്. ഞാനൊന്ന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. ഇവർ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കണ്ടോ, അംബിയ ഔലിയ എന്ന് ചേർത്താണ് സുന്നി മുസ്ലിയാക്കന്മാർ അന്നും ഇന്നും പ്രയോഗിച്ചു പോരുന്നത്. അത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. അംബിയാക്കൾ അള്ളാഹു അയച്ച ദൂതന്മാരും വ്യക്തമായും മതപ്രവാചകരുമാണല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്നാൽ ഔലിയാക്കൾ എന്നൊരു പ്രത്യേക ജനവിഭാഗം ഇല്ലതാനും. ഔലിയാക്കളുടെ സ്ഥാനം തന്നെ അല്ല എന്നാ പറഞ്ഞത്. അത് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോ മറന്നു. അതിപ്പോ പ്രത്യേകതയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ലേഖനത്തിൽ എഴുതിയപ്പോ പറഞ്ഞെന്താ അറിയോ? കേരളത്തിലെ ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് KM മൗലവി. KM മൗലവി വലിയ ഔലിയ പാപ്പയാണെന്നാ ഒരു പുസ്തകത്തിൽ പറഞ്ഞു. ഈ ഔലിയാന്റെ സ്ഥാനം തന്നെയല്ല. എന്നാൽ മഹാന്മാരെ കുറിച്ചൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസുല്ലാഹു സിർറഹു അസീസ് തങ്ങളെ കുറിച്ച് എന്താ എഴുതി വെച്ചത്? ഇബ്നു തൈമിയ്യ എഴുതി വെച്ചെന്ന് അറിയോ? ഇബ്നു തൈമിയ്യ പറഞ്ഞു, വഖത്തവാത്തറത് കറാമാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി വനഖലഹാ ഖൽഖുൻ കബീർ. ഇബ്നു തൈമിയ്യ പറയാണ്, മുഹിദ്ദീൻ ഷെയ്ഖിൻ തൊട്ട് ഒരു കറാമത്തല്ല വന്നിട്ടുള്ളത്, ധാരാളം കറാമത്ത് മുത്തവാത്തിറായി വന്നിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. വഹിയ മൗജൂദത്തുൻ ഫീ കുതുബി മനാഖിബിഹി. അതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലേ മുഹീദ്ദീൻ മാലിം പറഞ്ഞത്. അതൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിലുണ്ടല്ലോ, അവിടെയും പറഞ്ഞിട്ടുള്ളൂ. മുഹീദ്ദീൻ ഷെയ്ഖ് ആരാന്നും പറയുന്നുണ്ട്. വകാന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മിൻ അഅളി മശായിഖ് സമാനിഹി. അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാണ്. പറയുന്നാരാ? സാക്ഷാൽ ഇബ്നു തൈമിയ്യ. ഇ.കെ. മൗലവിക്ക് ഒരു പുസ്തകമുണ്ട്. ഷെയ്ഖ് ജീലാനി എന്ന പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഷെയ്ഖ് ജീലാനി മുഹീദ്ദീൻ ഷെയ്ഖ് ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിരുന്നു. ഇപ്പൊ ഇതൊക്കെ പാടൊന്ന് കൂട്ടി വായിക്കാം. ഈ പുസ്തകത്തിൽ പറഞ്ഞതും ഇവർ പറഞ്ഞ പാട് കൂട്ടി വായിക്കാം. എന്താ പറഞ്ഞത്? മഹാന്മാർക്ക് അള്ളാഹു ചില കഴിവുകൾ കൊടുക്കും.
എന്നിട്ട് പറയുന്നു, നോക്കുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നു, അള്ളാഹു കൊടുത്ത കഴിവെന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. മഹാന്മാർക്ക് അള്ളാഹു കഴിവ് കൊടുക്കുമെങ്കിൽ അത് കൊടുത്ത് ചോദിച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞല്ലോ. അതൊക്കെ സഹാബത്ത് കാണിച്ചത് മാർഗമല്ലേ. എന്നിട്ട് ഈ പുസ്തകത്തിൽ സംഭവം പറയുന്നുണ്ട്. എന്താ സംഭവം പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സഹാബത്ത് ആവലാതി ബോധിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മൗലൂദ് പറഞ്ഞത് ഇർതഖബത്തു വലൽ ഖത്താ ഗൈറ അസ്രിൻ വഅദത് ലക അഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. ഇതല്ലേ ഇക്കാലം വരെ ശിർക്കാന്ന് പറഞ്ഞത്. ഇക്കാലം വരെ നമ്മളെ കാഫറാക്കാൻ, മുശ്രിക്കാക്കാൻ എല്ലായിടത്തും പാടി നടന്ന ബൈത്തേതാ ഇർതഖബത്തു. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നു, മുത്തുനബിയോട് ആവലാതി ബോധിപ്പിച്ചിട്ടുണ്ട് സഹാബത്ത്. അവരുടെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. എത്ര സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഴയില്ലാതെ, വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട സമയം. മദീനത്ത് വെള്ളമില്ല, വല്ലാത്ത പ്രയാസത്തിലായിരുന്നവർ. ആ സമയത്ത് സഹാബ കിറാം വിഷമിച്ച സമയത്തല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഓടി വരുന്നു. പുണ്യ നബിയോട് പറഞ്ഞില്ലേ, നബിയേ വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നബിയേ, മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത പ്രയാസത്തിലാ. അങ്ങൾക്കിലേക്കല്ലാതെ ഞങ്ങൾ ആരടുത്തേക്കാ വരിക? കണ്ടോ എന്താ പ്രയോഗക്കെ? ഒരാപൽ ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓടി വരാൻ അങ്ങല്ലാതെ മറ്റൊരാളില്ലല്ലോ. ഇതൊക്കെ ചിലപ്പോ നമ്മളോട് പറഞ്ഞ മുജാഹിദീങ്ങൾ കണ്ടോ, പടച്ചോനും ഇല്ലാന്ന് പറഞ്ഞു. അതൊക്കെ ഒരു പ്രയോഗമാണ്. എന്നിട്ട് ചോദിക്കാം, നബിയേ വൈനാ ഫിറാൻ നാസി ഇല്ലാ ഇലർ റുസ്ലി. ജനങ്ങളുടെ പ്രയാസഘട്ടങ്ങളിൽ അങ്ങേടുക്കിലേക്കല്ലാതെ പിന്നെ ആരടുത്തേക്കാ നബിയെ ഓടുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ മുത്തുനബി പറഞ്ഞത്? ഷിർക്കാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, അംഗീകരിച്ചില്ലേ? ഇത് സ്വഹീഹായ സംഭവമല്ലേ. ഈ പുസ്തകത്തിൽ പറയുന്നു, സ്വഹീഹായി വന്നാൽ അംഗീകരിച്ചേ പറ്റൂ. അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂല. ഇക്കാലം വരെ പറഞ്ഞത് നേരത്തോട് പറഞ്ഞില്ലേ, അബൗദ്ധികമായ മാർഗത്തിലൂടെ സഹായം പ്രതീക്ഷിച്ച ഷിർക്കാണെന്നല്ലേ പറഞ്ഞത്. ഈ പുസ്തകത്തിൽ പറയുന്നു, അങ്ങനെ ഒരു വാദം നമ്മൾ കൊണ്ടുവന്നത് അത് ഇസ്തിഗാസ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു വാദമാണ്. ഇപ്പൊ തുറന്നിടുകയാണ്. ഏത് വാദം? നേരത്തോട് ജസീൽ കമാൽ വിശദീകരിച്ചല്ലോ, അബൗദ്ധിക മാർഗം. ഇവര് നമ്മളെ കാഫറാക്കാൻ വേണ്ടി, നമ്മെ മുശ്രിക്കാക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയെടുത്ത ഒരു വാദമായിരുന്നു അബൗദ്ധിക മാർഗം, ഭൗതിക മാർഗം എന്നുള്ളത്. അങ്ങനെ ഒരു ഇമാം പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഒരൊറ്റ ഇമാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സഹാബാക്കൾ ഇല്ല, താബിയങ്ങൾ ഇല്ല, തബോ താബിയങ്ങൾ. ആരെ പഠിപ്പിച്ചത്? ആര് പഠിപ്പിച്ചു? ഇവർ പറയുന്നു, നമ്മൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കി. എന്തിന്? ഈ സുന്നി മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ഗൗരവമാണിത്, എത്ര ഗൗരവമാണിത്. ഇതിന്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടതുണ്ടോ? മഹാന്മാരോടൊക്കെ സഹായം തേടി മുശ്രിക്കാണെങ്കിൽ ഗുണം പ്രതീക്ഷിച്ച മുശ്രിക്കാണ്. ആരൊക്കെ മുശ്രിക്കാക്കുന്നു നിങ്ങൾ? ഇതെൻ്റെ കയ്യിൽ കാണുന്നത് ഷബാബ് മാസികയാണ്. ഷബാബ് മാസികയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു നോക്കും നിങ്ങൾ. തവസ്സുലിന്റെ ഹദീസിനെ ഇമാം തുർമുദിയും ഇമാം ഹാക്കിമും മറ്റും സഹിയാക്കുന്നു. ഇസ്തിഗാസയുടെ ഹദീസിനെ പല പ്രശസ്തരായ പണ്ഡിതന്മാരും സഹിയാക്കുന്നു. എന്നാൽ കേട്ടോളൂ, എന്നാൽ ഇവയെല്ലാം ദുർബലമാണെന്ന് സർവ്വ മുജാഹിദ് പണ്ഡിതന്മാർ എഴുതുന്നു. എന്താ പറഞ്ഞത്? തവസ്സുലിന്റെ ഹദീസ് സഹിയാണ്, ഇമാമികൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്തിഗാസയുടെ ഹദീസ് സഹിയാണെന്ന് പല ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. ഇന്നതൊക്കെ ദുർബലമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇമാമിങ്ങൾ പറഞ്ഞതല്ല ഇവർക്ക് ബാധകം. ഇവര് സ്വയം തീരുമാനിക്കുക, ഇവർ സ്വയം തീരുമാനിക്കുക. എന്നിട്ട് മുസ്ലിമീങ്ങളെ കാഫറാക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളിത് ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഇമാമിയങ്ങളൊക്കെ അത് അംഗീകരിച്ചവരാണ്. അവർക്ക് ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ അംഗീകരിച്ചാണ് ആപൽ ഘട്ടങ്ങളിൽ മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിച്ചതാണ്. ഷബാബത്തിന്റെ സംഭവം ഞാൻ പറയാം. ആ പറഞ്ഞ സംഭവം കിതാബ് നമുക്ക് ഉദ്ധരിക്കാം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, തൻ്റെ അവസാന സമയമാണ്. അന്ന് ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ വീട്ടു തടങ്കലിലാക്കിയ സമയം. അന്ന് നോമ്പുണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്. നോമ്പ് തൊറ്റ് ഉസ്മാൻ റളിയല്ലാഹു അങ്ങനെ കിടക്കുക. നോമ്പ് തുറക്കാൻ സമയമായി.
വെള്ളം ചോദിക്കുന്നു. ശത്രുക്കൾ വെള്ളം കൊടുക്കുന്നില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. നോക്കൂ നിങ്ങൾ, ഹദീസിന്റെ കിതാബുകൾ, താരിഖിന്റെ കിതാബുകൾ കാണാം. കാന ഇൻദ ഇഫ്താരിഹി സഅലഹുൽ മാഅൽ അദം. വെള്ളം ചോദിച്ചു, പക്ഷെ അവർ കൊടുത്തില്ല. അല്ലാത്ത വിഷമത്തോടെ നോമ്പ് തുറക്കാനൊരു വെള്ളം അവർ കൊടുത്തില്ല ശത്രുക്കൾ. പ്രതിസന്ധി അങ്ങനൊക്കെ ഉണ്ടാവും. ആർക്കാണ് ഈ പ്രതിസന്ധി? ആർക്കാണ് ഈ പ്രതിസന്ധി? മുത്തുനബിയുടെ മരുമകൻ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അവസാന സമയത്ത് നോമ്പ് തുറക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. ഇസ്ലാമിക ലോകത്ത് പ്രതിസന്ധികൾ കുറെ ഉണ്ടാകും. അതിലൊന്നും തളരേണ്ടവരല്ല നമ്മൾ, അതിലൊന്നും വിഷമിക്കേണ്ടവരല്ല നമ്മൾ. അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. നോമ്പ് തുറക്കാൻ പോലും വെള്ളം കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രശ്നം ഏതാ? പരിപാടിക്ക് പെർമിഷൻ കിട്ടിയില്ല എന്നല്ലേ ഈ പറയണത്. ഒരു പരിപാടി നടത്താൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പെർമിഷൻ കിട്ടിയോ കിട്ടിയില്ലേ എന്നല്ല. പിന്നെ പിന്നെ നോമ്പ് തുറക്കാൻ പോലും വെള്ളം കിട്ടിയില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നായില റളിയല്ലാഹു അൻഹ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നടന്നു. എവിടെ പോയാലും ആരും കൊടുക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ് പറയുമ്പോൾ ശത്രുക്കളൊന്നും തടയുന്നു, ഒരിർക്ക് വെള്ളം കൊടുക്കുന്നില്ല. എന്തായിരിക്കും രംഗം? എത്ര വേദനിച്ചിട്ടുണ്ട് അവരൊക്കെ. വിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയാണ് അതൊക്കെ. നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രയാസപ്പെടേണ്ടി വരും, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വിഷമിക്കേണ്ടി വരും. വരിങ്ങനെ നടന്നു പോയി താരിഖിന്റെ കിതാബുൽ കാണാം. പോയി വെള്ളം കിട്ടിയില്ല. അത്താഴത്തിൻ്റെ സമയമായപ്പോഴാണ് എവിടുന്നോ കുറച്ച് വെള്ളം കിട്ടി. ആ വെള്ളമായിട്ട് ഓടി വരികയാണ്. ഭാര്യ പറയാണ്, ഞാൻ ഈ കിട്ടിയ വെള്ളം കൊണ്ട് ഓടിച്ചെന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തലയുയർത്തി, അങ്ങ് വെള്ളം കുടിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഇന്നി ഖദ് അസ്ബഹ്തു സൈമ, എനിക്കിന്നും നോമ്പാ, ഞാൻ ഇന്നും നോമ്പ് നോക്കുകയാണ്. ഭാര്യ ചോദിച്ചു, അതെങ്ങനെ? ഇന്നലെ നിങ്ങൾ നോമ്പ് മുറിച്ചിട്ടില്ലല്ലോ, നോമ്പ് മുറിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലല്ലോ. വെള്ളം കിട്ടാതെ നോമ്പ് മുറിക്കാതെ എങ്ങനെ അടുത്ത നോമ്പ് നോക്കല്? തെറ്റല്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫ അലയ്യ ആനിഫാ. മോളെ നായില, ഒരല്പസമയം മുമ്പ് എന്റെ ഹബീബായ റസൂലുള്ളാഹി എന്റെ അടുക്കലേക്ക് വരികയാണ്. മിൻ ഹാദ സഖഫി വമഅഹു ദൽവും മിൻ മാ. ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് അടുക്കലേക്ക് വന്നു. ഇതൊന്നും ഒരു ഐതിഹ്യം പറയലല്ലോ, കെട്ടുകഥ പറയലല്ലോ. ഇത് ഷബാബിലുള്ള സംഭവം ഞാൻ പറയുന്നത്. ഇവരുടെ പത്രമായ ഷബാബിലെ സംഭവമുണ്ട്. ഇമാമിങ്ങൾ ധാരാളം ഉദ്ധരിച്ചിട്ടുമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളവുമായി കൊണ്ടുവന്നു. ഏത് റസൂലുള്ളാഹ്? വഫാത്തായി പോയ കബറിൽ കിടക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളവുമായി കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്മാനെ കുടിക്കൂ, ധാരാളം കുടിക്കൂ. ഞാൻ കുടിച്ചു, ദാഹം മാറി. വീണ്ടും പറഞ്ഞു, ഉസ്മാൻ കുടിക്കൂ ഉസ്മാനെ. ഞാൻ വീണ്ടും കുടിച്ചു, എന്റെ ദാഹം മാറി. അവസാനം എന്നോട് ചോദിച്ചു, ഉസ്മാൻ, നാളെ നേരം വെളുത്ത് ശത്രുക്കളുമായി ഏറ്റുമുട്ടി യുദ്ധത്തിൽ വിജയിച്ച് വീണ്ടും തുടർ ഭരണം വേണമെങ്കിൽ നടത്താം, അതാണ് ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ഷഹീദായി നാളത്തെ നോമ്പ് എൻ്റെ കൂടെ തുറക്കാം. ഏതാണ് വേണ്ടത്? എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അങ്ങനെ ചോദിച്ചപ്പോ, മോളെ നായില, ഞാൻ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഇനി എനിക്ക് ഭരിക്കണ്ട, എൻ്റെ ആഗ്രഹം നാളെ അങ്ങയോടുകൂടെ നോമ്പ് തുറക്കണം. പിറ്റേ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് പറഞ്ഞു. അദൃശ്യമായ വഴിയിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നവർ കാഫറാണ്, മുശ്രിക്കാണെന്നുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ വാദം ശരിവെക്കുകയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫറായി മഅദല്ലാഹ് മരിച്ചുപോയി എന്ന് പറയേണ്ടി വരില്ലേ? ഇവരെ കൂടെ ഇങ്ങനെ നമുക്ക് കൂടാൻ കഴിയും? ഇവരെ കൂടെ എങ്ങനെ കൂടാൻ കഴിയും? അതുകൊണ്ടാണ് സമസ്ത നേർവഴി, ശരിയായ മാർഗം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ ആചരിക്കുന്നത്. ഇത് നമ്മൾ ആചരിച്ചിട്ടില്ല എങ്കിൽ ആളുകൾ അറിയാതെ തെറ്റിദ്ധരിച്ചെടുക്കപ്പെട്ടു പോകും. അതിൻ്റെ കുറ്റക്കാരൻ നമ്മളാകും. മാലിന്യങ്ങളാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അഭിനയ ഉസ്താദുമാരെ, ഇത് നമ്മൾ താഴെത്തട്ടിലേക്ക് എത്തിക്കണം. ഇതാരെയും പരാജയപ്പെടുത്താനല്ല,
ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും കളിയാക്കാനല്ല. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇത് നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹക്കിൻ്റെ കൂടെ നിൽക്കാൻ, ഹക്കിനോട് ശബ്ദിക്കാൻ അള്ളാഹു തൗഫീക്കും ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമയം നമുക്ക് 9:09 അവസാനിപ്പിക്കേണ്ട 10 മിനിറ്റ് ചോദിക്കാനും വേണ്ടതുകൊണ്ട് കറക്റ്റ് സമയത്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും സംശയങ്ങൾ ആദർശപരമായി കൊണ്ടുള്ള സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരമുണ്ട്. 10 മിനിറ്റ് സമയമുണ്ട്. ആദർശപരമായ വിഷയങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. ആർക്കെങ്കിലും ചോദിക്കാൻ ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇവിടെ തീരല്ല.